ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ചിഞ്ചി വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ഉണക്കമുന്തിരി അച്ചാറുണ്ടാക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഉണക്കമുന്തിരി അച്ചാറാണ്. എത്രയും പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കിയെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ അച്ചാർ റെഡി. ഉണക്കമുന്തിരി അച്ചാറെന്ന് പറയുമ്പോൾ ഒത്തിരി ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഈ ചട്ടി ചൂടായി അതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരി ഒന്ന് കഴുകി വെച്ച് മുന്തിരി വറുത്തെടുക്കാവേ. ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താണെന്നറിയില്ല, ചില വീഡിയോകൾ കാണുന്നുണ്ട്, പക്ഷെ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒന്നും ആരും ചെയ്തിട്ടില്ല. ഇതേ ഉണക്കമുന്തിരി കഴുകി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനിയൊന്ന് എണ്ണയിലോട്ടിട്ടൊന്ന് വറുത്ത് കോരാം. പിള്ളേർക്ക് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ടൊന്ന് കഴുകിയെടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്, അതിലേക്ക് ഇടാം നമുക്ക്. ഒന്ന് കുറേശ്ശെ ഇട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. പെട്ടെന്ന് നമുക്ക് ഈ അച്ചാർ റെഡിയാകും. മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതി. നല്ല സുന്ദരനായിട്ട് നല്ല പൊങ്ങി നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുണ്ട് എല്ലാവരും. നമുക്ക് കോരാനായി കരിയണ്ട. ഈ പാകത്തിന് മതി. നമുക്കിതിൽ മാറ്റാം. നന്നായിട്ടൊന്ന് മൂത്ത് എണ്ണ കളഞ്ഞ് നമുക്കത് മാറ്റിയെടുക്കാം. ഇത് ആദ്യത്തേത് വിട്ടു, രണ്ടാമത് കുറച്ചും കൂടി ഉണ്ടായിരുന്നതും കൂടി ഇട്ടു. നമുക്ക് കോരി മാറ്റാം. നമുക്ക് മറ്റൊരു പാത്രം വെച്ച് കൊടുക്കുക. ഒരു ചട്ടി വെച്ചു. ഇനി അതിലോട്ട് ഒന്ന് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഓയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒത്തിരി ദിവസം ഇരിക്കേണ്ട, 2 ദിവസത്തേക്ക് മതി. കാരണം വേറെ അച്ചാർ കൂടി ഇട്ട് വെച്ചതുണ്ട്. പിന്നെ നിങ്ങൾ ഓയിൽ വേണ്ട, നല്ലെണ്ണയിലാണെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കണമെങ്കിൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് ഓയിലുണ്ടാക്കുക. ചട്ടി ചൂടായി നമുക്ക് എണ്ണയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ദീപാവലിയൊക്കെ അല്ലേ, അപ്പോൾ നല്ല ദീപാവലിക്കൊരു സ്പെഷ്യൽ നമുക്ക് ഉണക്കമുന്തിരിങ്ങ അച്ചാർ, മുന്തിരി അച്ചാറിടാൻ എളുപ്പമാണ്. ബിരിയാണിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായി അച്ചാർ. നമുക്കൊന്ന് തീ കുറച്ച് വെച്ച് നമുക്ക് കടുക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നുണ്ടെങ്കിലും കമൻറ്റ് ലൈക്കൊന്നും അറിയിക്കുന്നില്ല ആരും. എന്താണാവോ അറിയത്തില്ല. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിടാം. ഇനി ഒരു 1/4 ടീസ്പൂൺ തന്നെ ഉലുവായി നമുക്ക് അതിലോട്ട് ചേർക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം. നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു വലിയ കുറച്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി, ചെറിയ ചുമന്നുള്ളി എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് അരിഞ്ഞെടുത്ത് വെച്ചതാണ്. നമുക്കതങ്ങോട്ട് എണ്ണയിലോട്ട് ചേർക്കാം. ഒന്നൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുളക് ചേർക്കേണ്ടതാണ്. ഒന്ന് ചൂടായി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലോട്ട് ഒരു 4-5 ഉണക്കമുളക് ചെറുതായിട്ട് മുറിച്ചതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മസാല മുളക് പൊടി നമുക്ക് ചേർക്കാം. ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള നമുക്ക് മുളക് പൊടി എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ഒന്ന് നന്നായിട്ട് ആ പച്ചമണം മാറി ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് എണ്ണ ഈ സമയത്ത് കൂടുതൽ വേണമെങ്കിൽ എണ്ണ ഒഴിക്കാം. എനിക്ക് ഇവിടെ എണ്ണ കുറവ് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചുണ്ടാക്കിയത്. ഇനി നമുക്കിതിലോട്ട് ഞാൻ വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. വിനീഗർ നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച് തണുപ്പിച്ച് ഒരു 1/2 ഗ്ലാസ് വിനീഗറാണ് ഒഴിക്കുന്നത്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പെട്ടെന്നാവുന്ന ഒരു അച്ചാറാണ്. പെട്ടെന്നാവുന്ന അച്ചാറും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറുമാണ്. നമ്മുടെ അച്ചാർ ഏകദേശം എല്ലാം റെഡിയായി. ഇനി നമുക്കിതിലോട്ട്
നമുക്ക് ഈ പുളിയും ഈ എരിവും ഒക്കെ ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുറച്ച് പണിയുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്തത്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുക. നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ശർക്കരയാണ്, ഞാൻ ശർക്കര ചിരണ്ടി എടുത്തതാണ് 1 ടീസ്പൂൺ ചേർത്തത്. നമുക്ക് ശർക്കര നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലോട്ട് കുറച്ച് ഒരു നുള്ള് കായപ്പൊടിയും നമുക്ക് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. കായപ്പൊടിയും ചേർത്ത് ഇനി ഒരു നുള്ള് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ്, ഒരു നുള്ള് ചേർത്താൽ മതി. നമ്മൾ കടുക് പൊട്ടിച്ചപ്പോൾ നമ്മളതിൽ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മറ്റൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം. ഇത് നമ്മുടെ അച്ചാർ, ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാർ ഇവിടെ റെഡിയായി. ദീപാവലിയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ നമുക്കിത് ദീപാവലിക്ക് നമ്മൾ ബിരിയാണിയുടെയും ചോറിൻ്റെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള